ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2025 പരീക്ഷാ ഫലം എന്ന് വരും. റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുവഴി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എങ്ങനെ കൂട്ടാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിനെപ്പറ്റിയുള്ള കൃത്യമായ ധാരണയും നിങ്ങൾ എന്താണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കീം 2025 ബന്ധപ്പെട്ട് ചെയ്യേണ്ട എല്ലാവിധ അപ്ഡേറ്റുകളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ട അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടർന്നോളൂ. ഈ മാസം, അതായത് മെയ് 16 തന്നെ കീം 2025 നിങ്ങളുടെ റാങ്ക് അല്ല, നിങ്ങളുടെ സ്കോർ ഡിക്ലെയർ ചെയ്യും അല്ലെങ്കിൽ പ്രഖ്യാപിക്കും എന്ന രീതിയിലുള്ള ഒഫീഷ്യൽ വാർത്തകൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ കൺഫേം അല്ല. നമ്മൾ സിഇയുടെ നമ്മുടെ കീമിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സെൻറ്ററിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒന്നുകിൽ ഈ ആഴ്ച അല്ലെങ്കിൽ വരുന്ന ആഴ്ചയ്ക്ക് അകത്ത് തന്നെ ആ കീം 2025 റിസൾട്ട് പ്രഖ്യാപിക്കും എന്ന രീതിയിലാണ് നമുക്ക് അവിടെ നിന്ന് ഒരു അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുള്ളത്. അതിൽ പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ പറയുന്ന ഡേറ്റ് മെയ് 16, ഓൾറെഡി മെയ് 10-നും 11-നും വരുമെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലും മറ്റ് സൈറ്റുകളിലും വെബ്സൈറ്റിലും ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ ഇതുവരേക്കും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലെ ട്രെൻഡ് അനുസരിച്ച് ജൂൺ 20-26 ആ ഒരു ടൈമിലാണ് നിങ്ങളുടെ കീമിൻ്റെ റിസൾട്ട് 2024 പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏപ്രിൽ 23-നും 29-നും ഇടയ്ക്കുള്ള സമയങ്ങളിൽ നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞു. ഇനി ആ ഒരു നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ വലിയ സമയം വേണ്ടി വരത്തില്ല. നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് കണക്കാക്കാനായിട്ട് ബാക്കി OMR ഷീറ്റുകളെ പോലെ വലിയ സമയം വേണ്ടി വരത്തില്ല. അപ്പോൾ ആ ഒരു റിസൾട്ട് മെയ് 16 എന്ന ഡേറ്റ് ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല. പക്ഷേ ഏറ്റവും സാധ്യതയുള്ളൊരു ഡേറ്റ് മെയ് 16 തന്നെയാണ്, വെള്ളിയാഴ്ച. അതിനകത്ത് നിങ്ങളുടെ കീമിൻ്റെ ആ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ സൈറ്റിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആവുകയും നിങ്ങൾക്ക് നിങ്ങളുടെ +2 റിസൾട്ട് വന്നതിന് ശേഷം, അതായത് മെയ് 21 വരുന്ന +2ൻ്റെ റിസൾട്ട്, അതിലിപ്പോൾ പല വിദ്യാർത്ഥികൾക്കും സംശയം ഉണ്ടാകും. റീവാലുവേഷന് കൊടുത്തിട്ട് അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് വരാനുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്ന +2 റിസൾട്ടിന് റീവാലുവേഷന് കൊടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു +2 മാർക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം ഏകദേശം 3 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്നൊരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് ആ ഒരു മെയ് 16 റിസൾട്ട് പ്രഖ്യാപിച്ചാൽ പോലും നിങ്ങൾക്ക് ജൂൺ 2-ാം വാരം 3-ാം വാരം വരെ നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആ ഒരു കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാം കഴിഞ്ഞ് ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട്, അതായത് +2 റിവാലുവേഷൻ, +1 ഇംപ്രൂവ്മെൻറ്റ് റിവാലുവേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ മാർക്ക് എത്രയാണോ അത് നിങ്ങൾ എവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം? നിങ്ങളുടെ ce.kerala.government.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ ആ ഒരു ഫൈനൽ +2 മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് രണ്ടും 50-50 എന്ന റേഷ്യോയിൽ എടുത്തതിന് ശേഷം 600ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ എന്ത് വരുന്നത്, ഫൈനൽ റാങ്ക് ലിസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന റിസൾട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ മാർക്ക് മാത്രമായിരിക്കും. അത് കഴിഞ്ഞ് ഏകദേശം 1 മാസം 1.5 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവൂ, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ. ആ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് വിവിധ കോളേജുകളിലേക്കുള്ള അഡ്മിഷനും ആ അലോട്ട്മെൻറ്റ് കാര്യങ്ങളിലുമൊക്കെ കടക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് മെയിൻലി നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും സിഇയുടെ ഒഫീഷ്യൽ സെൻറ്ററിൽ വിളിച്ചപ്പോഴും അറിയാൻ സാധിച്ചത് വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ആ ഒരു ആൻസർ കീയൊക്കെ നോക്കി എത്രമാത്രം മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാകും എന്നൊരു ധാരണ നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകും. എല്ലാ വിദ്യാർത്ഥികളും ആൻസർ കീ നോക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു മാർക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങൾ എഴുതിയ മാർക്ക് എന്തായാലും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും, നിങ്ങളുടെ +2 മാർക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ എല്ലാവിധ വിശദമായ വിവരങ്ങളും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം കൊണ്ടുവരിക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.